നമ്മുടെ തട്ടുകടയിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്രീൻ പീസ് എഗ്ഗ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഐറ്റം കേട്ടോ ഇത്. നമ്മളൊരു പ്രാവശ്യമൊക്കെ തട്ടുകടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ സൂപ്പർ ഐറ്റമാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് വെറുതെ കഴിക്കാവുന്നതാണ്. ചായയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാം കേട്ടോ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. കറിയല്ലാതെ വേറൊരു രീതിയിൽ ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് എഗ് മസാല റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലൊക്കെ കുതിർത്തി എടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 വിസിൽ വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. അങ്ങനെ വരുമ്പോൾ ഉടഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി കറക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ ഉടയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരണം. ആ ഒരു രീതിയിൽ മാത്രം, നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ റോ മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും ഒരു പച്ചമുളക്, അത് വേണം കിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തേക്ക്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുമാതിരി ഓപ്ഷനിലാണ്, ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ഗരം മസാല പൊടിയും നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നന്നായിട്ട് ഈ ഒരു ടൈമിൽ പൊടികളൊക്കെ ഇടുന്ന ടൈമിൽ തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു പൊടിക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് ഗ്രീൻ പീസ് വെന്ത് വരും കേട്ടോ. ഉടഞ്ഞു വരത്തില്ല, വെന്ത് വരും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഇടുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കുറയാനൊന്ന് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക, കൂടിപ്പോകരുത് കേട്ടോ. പിന്നെ മുട്ടയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 3-4 മുട്ടയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ടയാണ് ആഡ് ചെയ്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് സ്പീഡിലൊന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആണ്, വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് എരിവ് നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ചെറിയൊരു പീസ് സവാളയും പിന്നെ നമ്മുടെ തക്കാളിയാണ്, കുഞ്ഞി തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്, അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സവാളയുടെ ആ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ്. ഉടഞ്ഞു വരണമെന്നൊന്നുമില്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കാം. അതല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു 15 സെക്കൻഡ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. നമ്മുടെ തട്ടുകട സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അടിപൊളി ഐറ്റം കേട്ടോ. വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു പോവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.